Hello everyone, I am Bharani, Director Health Services Lakshadweep. This video is about an introduction to the immunization program and the benefits of vaccination. Immunization program is one of the largest public health programs. Last year, immunization in Lakshadweep was around 98%, and it is our goal and it is our hope that with all your support, we can achieve 100% immunization in Lakshadweep. It is my heartfelt request to all pregnant women and young ones to our health facilities to get their immunization as per the schedule. Lakshadweep ஓட எல்லா பேரண்ட்ஸ்க்கும் என்னோட ஒரு என்ன ரிக்வெஸ்ட்னா, அவங்களோட குழந்தைங்களை கூட்டின்னு எங்களோட ஹெல்த் ஃபெசிலிட்டிஸ்க்கு வாங்க. இங்கே நாங்கள் ஃப்ரீ ஆஃப் காஸ்ட் வேக்சினேஷன் போடுறோம். வேக்சினேஷன் வந்து உங்களோட குழந்தைகளோட வளர்ப்பில் ஒரு ரொம்ப முக்கியமான ஒரு போர்ஷன். இதனால உங்கள் குழந்தைங்கள்லாம் ரொம்ப ஆரோக்கியமாகவும் ஹெல்த்தியாகவும் இருப்பாங்க. மறந்துடாமல் நீங்கள் எல்லாருமே உங்கள் குழந்தைங்களை கூட்டிட்டு ஹெல்த் ஃபெசிலிட்டிஸ்க்கு வாங்க. இங்கே எங்களோட டாக்டர்ஸ் வந்து பாருங்கள். அவங்க வந்து உங்களுக்கு அந்த ஸ்கெடியூல் படி எல்லா வேக்சினேஷனையும் போட்டு தருவாங்க. എന്താണ് വാക്സിനേഷൻ അഥവാ പ്രതിരോധ കുത്തിവെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനു മുമ്പായിട്ട് ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ എങ്ങനെയാണ് രോഗമുക്തി കൈവരിക്കുന്നത് എന്ന് നോക്കാം. ഒരു രോഗാണു മനുഷ്യ ശരീരത്തിൽ കയറി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും തൽഫലമായി ആ രോഗത്തെ നേരിടാനുള്ള ആന്റിബോഡികൾ നമ്മൾ റെഡിയാക്കി വെക്കുകയും ചെയ്യും. ആ ആന്റിബോഡികളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ രോഗമുക്തി കൈവരിക്കുന്നത്. ഈ സെയിം തത്വം തന്നെയാണ് വാക്സിനിലും നമ്മൾ ഉപയോഗിക്കുന്നത്. വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കൾ ചത്തതോ ശേഷിയില്ലാത്തതോ ആയതിനാൽ തന്നെ ഈ രോഗാണുക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ കയറി പെറ്റുപെരുകുവാനോ രോഗമുണ്ടാക്കുവാനോ സാധിക്കുകയില്ല. എന്നാൽ ഈ രോഗാണുവിനെതിരെയും നമ്മുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും അതിനെ നേരിടാനുള്ള ആന്റിബോഡികൾ നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭാവിയിലെ ഒറിജിനൽ രോഗാണു നമ്മുടെ ശരീരത്തിൽ കടന്നു കയറുമ്പോൾ ഈ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആന്റിബോഡികളുടെ സഹായത്തോടു കൂടി ആ രോഗത്തെ നമ്മൾ എതിർക്കുന്നു. നമ്മുടെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് 12 മാരക അസുഖങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അവയാണ് ഒന്ന് TB, പോളിയോ, ഡിഫ്തീരിയ, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ്, ഹിബ്, ഇൻഫ്ലുവൻസ, പിന്നെ റോട്ട വൈറസ് ഡയറിയ, മീസിൽസ് അഥവാ 5ാം പനി, റുബെല്ല അഥവാ കൺജന്റൽ റുബെല്ല സിൻഡ്രോം തുടങ്ങിയവ. ഇനി ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ ഈ കുത്തിവെപ്പ് എടുക്കേണ്ടത് എന്ന് നോക്കാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ജനിച്ച അന്ന് തന്നെ അറ്റ് ബർത്തിൽ തന്നെ നമ്മൾ BCGയും OPVയുടെ 0 ഡോസും ഹെപ്പറ്റൈറ്റിസ് ബിന്റെ 0 ഡോസും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 6, 10, 14 ആഴ്ചകളിലായിട്ടാണ് നമ്മൾ അടുത്ത വാക്സിനേഷൻ കൊടുക്കുന്നത്. 6ാമത്തെ ആഴ്ച നമ്മൾ OPVയുടെ ഫസ്റ്റ് ഡോസ്, റോട്ട വൈറസ് വാക്സിൻ, IPVന്റെ ഫസ്റ്റ് ഡോസ്, പെൻഡ ഫസ്റ്റ് ആൻഡ് PCV ഫസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇതില് പെൻഡ വാക്സിൻ എന്ന് വെച്ചാൽ നമ്മൾ 5 അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ഈ ഒറ്റ ഒരു പെൻഡ വാക്സിനിൽ കൂടി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ ആഴ്ച OPV സെക്കൻഡ്, RVV സെക്കൻഡ് ആൻഡ് പെൻഡ സെക്കൻഡ് ആണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. 10 ആഴ്ച കഴിഞ്ഞാൽ നെക്സ്റ്റ് 14ാമത്തെ ആഴ്ച OPVന്റെ തേർഡ്, RVV തേർഡ്, FIPV സെക്കൻഡ്, പെൻഡ തേർഡ് ആൻഡ് PCV സെക്കൻഡ് ഡോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ 9 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത വാക്സിനേഷൻ ഷെഡ്യൂൾ ഉള്ളത്. 9ാം മാസം കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് MR ഫസ്റ്റ് ഡോസും IPVന്റെ തേർഡ്, PCV ബൂസ്റ്ററും കൊടുക്കും. അതിന്റെ കൂടെയായിട്ട് നമ്മൾ വൈറ്റമിൻ A സൊല്യൂഷൻ കൊടുത്തു തുടങ്ങും. 9ാം മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഓരോ 6 മാസം ഗ്യാപ്പിൽ വൈറ്റമിൻ A കൊടുക്കും. അത് കണ്ണിനുണ്ടാകുന്ന വൈറ്റമിൻ A ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റമിൻ A 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1.5 വയസ്സ് ടു 2 വയസ്സിലെ OPV ബൂസ്റ്റർ, MR സെക്കൻഡ് ഡോസ്, DPT ബൂസ്റ്റർ നമ്മൾ കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ 5 വയസ്സ് കഴിഞ്ഞിട്ട് DPTന്റെ ബൂസ്റ്റർ ഡോസ് ആണ് കൊടുക്കുന്നത്. പിന്നെയുള്ള വാക്സിനേഷൻ എന്ന് വെച്ചാൽ 10 വയസ്സിലും 16 വയസ്സിലും നമ്മൾ ഓരോ TD വാക്സിൻസ് കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ടുള്ളത് പ്രഗ്നന്റ് ലേഡീസിനുള്ള TD വാക്സിൻസ് ആണ്. ഈ വാക്സിനേഷൻ ദൗത്യത്തിന് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം രക്ഷിതാക്കളുടെ സഹകരണവും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ രക്ഷിതാക്കളും കൃത്യസമയത്ത് തന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുപ്പിക്കുകയും ഈ മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മളെ മക്കളെ രക്ഷിക്കുകയും ചെയ്യണം. എല്ലാ ദ്വീപുകളിലേക്കും വിതരണം ചെയ്യാനുള്ള വാക്സിനുകൾ സൂക്ഷിക്കുന്നത് കവരത്തിയിലുള്ള ഡിസ്ട്രിക്ട് വാക്സിൻ സ്റ്റോറിലാണ്. ഇവിടെ നിന്ന് മറ്റു ദ്വീപുകളിലേക്ക് ആവശ്യമുള്ള വാക്സിനുകൾ കപ്പലിലും ഹെലികോപ്റ്ററിലും വെസലിലുമായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്നേ വരെ വാക്സിൻ ലഭിക്കാത്ത ഒരു സാഹചര്യവും ലക്ഷദ്വീപിൽ ഉണ്ടായിട്ടില്ല. വാക്സിൻ ഷോർട്ട് ആവുന്നതിനനുസരിച്ച് നമ്മുടെ റിക്വയർമെൻറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ ഇമ്മ്യൂണൈസേഷൻ ഡിവിഷനെ അറിയിക്കുകയും അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന റിലീസിംഗ് ഓർഡർ അനുസരിച്ച് ചെന്നൈയിലെ റീജിയണൽ വാക്സിൻ സ്റ്റോർ കൊച്ചി LMS മുഖേന നമ്മുടെ DVSലേക്ക് വാക്സിനും മറ്റ് അനുബന്ധ സാധനങ്ങളും എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലിങ്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷനിടയ്ക്ക് വാക്സിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർശനമായി നമ്മൾ കോൾഡ് ചെയിൻ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ പറഞ്ഞ എല്ലാ വാക്സിനുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ലഭ്യമാക്കുന്നത്.